ഒടുവിൽ തലസ്ഥാന നഗരം ശുചീകരിക്കാൻ CPM ഇറങ്ങേണ്ടി വന്നു. 3-ാം തീയതി കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല കുറച്ച് ക്യാമറകളെ വിളിച്ച് മുന്നിൽ നിർത്തി അതിൻ്റെ മുന്നിൽ കഴിഞ്ഞ വർഷം വരെ എന്താണോ തിരുവനന്തപുരം കോർപ്പറേഷൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നഗരം ശുചീകരിച്ചതിൻ്റെ ഏറ്റവും ഒടുവിൽ തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള സ്റ്റാച്യു മുതൽ അങ്ങ് കിഴക്കേക്കോട്ട വരെ ഈ വെള്ളമടിച്ച് കഴുകുന്ന ഒരു പരിപാടിയുണ്ട്. അത് നേരത്തെ 8 മണിക്ക് കുറച്ച് ക്യാമറക്കാരെ വിളിച്ചു വരുത്തി ചെയ്തതിന് ശേഷം നഗരം ക്ലീൻ ആക്കി എന്നാണ് തള്ളിയത്. ഇന്നത്തെ ദൃശ്യമാണ്. സംസ്കൃത കോളേജിനുള്ളിൽ, യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിലെല്ലാം പൊങ്കാല ഇടുന്ന സ്പോട്ടുകളാണ്. ഇന്നിപ്പോ തീയതി എത്രയായി? 3-ാം തീയതി പൊങ്കാല കഴിഞ്ഞു. ഇന്നിപ്പോ 8-ാം തീയതി ഞായറാഴ്ചയായി. ഇന്ന് സംസ്കൃത കോളേജിലെ ദൃശ്യം നോക്കിയേ. ഇത് ആരാ വൃത്തിയാക്കിയിട്ടിരുന്നത്? സ്വാഭാവികമായിട്ട് ചോദിക്കുക, അയ്യോ ഇത് ഞങ്ങളല്ല, ഇത് കോളേജ് അധികൃതർ. കാര്യം ഈ വർഷം മുതൽ ഒരു ആചാരം തുടങ്ങിയിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് മാലിന്യം കുന്നുകൂടി കിടന്നാൽ അയ്യോ അത് ക്ഷേത്രം ട്രസ്റ്റുകാരാണ്. ഇനിയിപ്പോ കവടിയാർ ഭാഗത്ത് ഏതെങ്കിലും ഇട റോഡുകളാണെങ്കിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആണത് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഏതെങ്കിലും കോളേജുകൾക്കകത്ത്, ഈ ക്യാമ്പസുകൾക്കകത്ത് പൊങ്കാല ഇട്ടതിന്റെ അവശിഷ്ടങ്ങൾ ഈ പൊതുജനമാണല്ലോ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നത്. അയ്യോ അത് ഞങ്ങളല്ല, അത് ക്യാമ്പസ് അധികൃതരാണ് ചെയ്യേണ്ടത്. ഇത്രയും കാലം ഇങ്ങനെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ക്ലീനിങ്ങിൽ, അതായത് മാലിന്യ നീക്കത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഇത്രയും കാലം മര്യാദയ്ക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് അതൊന്നും അറിയാൻ പറ്റിയില്ല. ഇപ്പോഴാണ് തട്ടിക്കൂട്ട് സെറ്റപ്പുകൾ തുടങ്ങിയത്. 8-ാം തീയതിയായി ഇന്ന് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭ അട്ടർ ഫ്ലോപ്പ് ആയപ്പോഴാണ് CPM പാളയം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 2 ലോക്കൽ കമ്മിറ്റികൾ ഇന്ന് നഗര ശുചീകരണത്തിൽ ഇറങ്ങിയത്. ഇതിനോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്ത A റഹീം ഉൾപ്പെടെയുള്ളവർ അതിൽ ഭാഗമായി. അവർ നഗരത്തിന്റെ ഓരോ ഭാഗത്തേക്ക് ചെന്നപ്പോഴാണ് ഇപ്പോഴും കിടക്കുന്ന അവസ്ഥയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നഗരസഭാ കോർപ്പറേഷനിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള IP ബിനു ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഈ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട മുൻ അനുഭവവും ഇപ്പോഴത്തെ ഈ കാഴ്ച കണ്ടിട്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടെ. ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് 5 ദിവസം പിന്നിടുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സംസ്കൃത കോളേജാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് പരാതി, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ജഗദീഷിന് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ പാളയം ലോക്കൽ കമ്മിറ്റിയുടെയും തമ്പാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ സഹാക്കൾ ഈ സംസ്കൃത കോളേജിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അറിയാലോ, ലക്ഷം ജനങ്ങളാണ് ഈ നഗരത്തിൽ എത്തിച്ചേർന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ എത്തിച്ചേർന്നാൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നഗരം ശുചീകരണ പ്രവർത്തനം നടത്തി കല്ലുകളാകെ തന്നെ മാറ്റി അതോടൊപ്പം തന്നെ ഈ ഇതിനോടൊപ്പം വന്ന മാലിന്യങ്ങൾ മൊത്തം തരംതിരിച്ച് മാറ്റുന്ന ഒരു അവസ്ഥയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അവകാശപ്പെടുന്നത് ഒറ്റ രാത്രി കൊണ്ട് നഗരസഭ സിറ്റിയാകെ ക്ലീൻ ചെയ്തു എന്നാണ്. പക്ഷേ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും സിറ്റിയിലാകെ തന്നെ ഈ ക്ലീനിങ് പ്രവർത്തനം പൂർണ്ണമായി വിജയിപ്പിക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ അവർ ചെയ്തതെന്താണ്? സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് കുറേ ഫോട്ടോഷൂട്ട് നടത്തി നഗരസഭ എല്ലാം ക്ലീൻ ചെയ്തൊന്നും തിരിച്ച് മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 50ഓളം സഹാക്കളെത്തിയാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, അതോടൊപ്പം 2 കൗൺസിലർമാരും, മഞ്ജൂർ P ബാബുവും അതോടൊപ്പം തന്നെ തക്കാട് കൗൺസിലർ വേണു സഹാവും, അതുകൊണ്ട് SFI ഇവിടെ ക്യാമ്പസിലെ SFIക്ക് നേതൃത്വം നൽകുന്ന ശ്രീജിത്ത് അടക്കമുള്ളവർ ഈ ക്യാമ്പസിലെത്തി 50ഓളം സഹാക്കളെ രാവിലെ 8 മണി മുതൽ ഇപ്പോൾ ഏകദേശം 12:30 കൂടിയാണ് ഈ ക്യാമ്പസ് പൂർണ്ണമായി ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ലോഡിലധികം ചവറ് ഇവിടെ നിന്നിപ്പം മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്ത് ഇനിയിപ്പം ഇതിനെ പ്ലാസ്റ്റിക്കും വേസ്റ്റും തന്നെ തരംതിരിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. നമുക്കൊരു മുൻകാലങ്ങളിൽ ഞാനും നഗരസഭയുടെ ഹെൽത്തിൻ്റെ ചെയർമാനായിരുന്ന സമയം പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിഡ് സമയം കൂടെയാണ്. ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപേ തന്നെ നല്ലൊരു തയ്യാറെടുപ്പ് വേണം. ഇപ്പോൾ അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്നദാനത്തിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് കൃത്യമായി പറയും, ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണം. പ്ലാസ്റ്റിക്കുകൾ ഒരു കാരണവശാലും പൊങ്കാല ഇടുന്ന സ്ഥലങ്ങളിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരില്ല എന്നുള്ള കൃത്യമായ അറിയിപ്പും കൃത്യമായ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തും. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുണ്ട്. യുവജനക്ഷേമ ബോർഡുണ്ട്, അതോടൊപ്പം NCC ഉണ്ട്, NSS ഉണ്ട്. അതോടൊപ്പം അവരെയൊക്കെ ഇതിന് അറിയിപ്പ് കൊടുത്തിട്ട് അന്നത്തെ ദിവസം നഗരസഭയുടെ ഈ തലസ്ഥാനത്താകെ ഈ കല്ലുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിക്കും. അതനുസരിച്ച് അവർ ടീമുകൾ വിട്ടുവരുന്നതനുസരിച്ച് നഗരസഭ ഒറ്റ രാത്രി കൊണ്ട് തന്നെ, മണിക്കൂറുകൾ കൊണ്ട് തന്നെ നഗരം ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് മുൻകാലങ്ങളിൽ. എനിക്കറിയാം, ഞാൻ നഗരസഭയുടെ അംഗമായിരുന്ന സമയത്ത് VK പ്രശാന്ത്, ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള VK പ്രശാന്താണ് അന്നത്തെ മേയർ. മാലിന്യത്തിൻ്റെ കാര്യത്തിൽ, അതായത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പൊങ്കാല സമയത്ത് കൊണ്ടുവരാതിരിക്കുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പയിൻ പ്രവർത്തനം നേരത്തെ നൽകിയിട്ടുള്ള മേയറായിരുന്നു അന്ന് VK പ്രശാന്ത്.
അപ്പോൾ അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം അതിലേക്ക് അതിനുശേഷം വന്ന മേയറായിട്ടുള്ള ശ്രീകുമാർ ശരിനെ ആര്യ രാജേന്ദ്രനായാലും ശരി കൃത്യമായിട്ട് ഈ പൊങ്കാല സമയത്ത് നഗരത്തിലാകെ വേസ്റ്റുകൾ കുന്നുകൂടാതിരിക്കുവാനുള്ള പരിശ്രമം അതിതീവ്രമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം തീർത്തും പരാജയമാണ്. BJP പറയുന്നത് നഗരം ക്ലീൻ ആണെന്നാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞുള്ള ഇഷ്ടികയും ഇത് കണക്ക് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇത് കണക്ക് പല പോയിന്റുകളിലുമുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കൃത്യമായി വേർതിരിച്ച് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങൾ വേർതിരിക്കുന്ന പ്രകൃതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുണ്ട്. സംഖ്യകൾ മാറ്റി നിർത്തിയിട്ടുള്ള മനുഷ്യർ പറ, ഫ്ലോപ്പ് ആണോ ഇല്ലയോ? അതായത് മാലിന്യം നീക്കാൻ പറഞ്ഞാൽ തലസ്ഥാനത്തിന്റെ പല കേന്ദ്രങ്ങളിൽ വാരിക്കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുകയാണ്. ഈഞ്ചയ്ക്കലുള്ള KSRTCയുടെ പുരയിടത്തിൽ മാലിന്യം നീക്കമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വാരിക്കൊണ്ടുവന്ന് ഒരു പൊതു ഇടത്തിൽ അങ്ങ് തട്ടി. ആ സ്ഥലത്ത് ഇപ്പോൾ മാലിന്യ മലയാണ്. വരും ദിവസങ്ങളിൽ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായിട്ട് അത് അവിടെ തുടരുകയാണ്. ഇതും പോരാഞ്ഞിട്ട് നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ, അത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തായിക്കോട്ടെ മറ്റിടങ്ങളിലേക്ക് ഇത് വാരി തള്ളിയിരിക്കുകയാണ്. ഇപ്പോ പലയിടങ്ങളിലും ഇവർ ക്ലീൻ ആക്കി എന്ന് ഇവരുടെ കൂലിയെടുത്ത് അല്ലെങ്കിൽ PR മാപ്പറുകളെ കൊണ്ട് ചില ഇടങ്ങൾ കൊണ്ടുവന്ന് കാട്ടിയിട്ട് ഇവിടെ എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് സംസ്കൃത കോളേജ് ഉള്ളത്? പാളയത്താണ്. പാളയത്ത് സംസ്കൃത കോളേജ് എന്ന് പറയുന്ന ആ ക്യാമ്പസിനകത്ത് ചുടുകല്ലെല്ലാം നീക്കിക്കഴിഞ്ഞു, ചവറെല്ലാം മാറ്റിക്കഴിഞ്ഞു എന്ന് അന്ന് മുതൽ പ്രഖ്യാപിക്കുമ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? അവിടെയൊക്കെ പോയി പണിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നോക്കി നടത്താനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈ സന്ദർഭങ്ങളിലെല്ലാം ക്യാമറ ഫോട്ടോഷൂട്ടിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഭരണസമിതിയുടെ പരാജയം എന്താണെന്നും ഒടുവിൽ നഗരത്തിലെത്തുന്ന അല്ലെങ്കിൽ പഠിക്കാൻ കലാലയങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വരെ ബുദ്ധിമുട്ടായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ അധികാരത്തിലില്ലെങ്കിലും ഇടതുപക്ഷം നേരിട്ടിറങ്ങി നഗരം വൃത്തിയാക്കേണ്ട അവസ്ഥ. ഇതിന്റെ പേര് കഴിവുകേടെന്ന് തന്നെയല്ലേ? ഇതിനെ മറ്റെന്ത് പേരിട്ട് വിളിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, 3 മാസം കൊണ്ട് എന്താണ് നാക്കിട്ടടി അല്ലെങ്കിൽ ഡയലോഗ് അടി ടീംസിനെ ഒരു കസേരയിൽ ഇരുത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പൊങ്കാല കൊണ്ട് തന്നെ വെളിവായിട്ടുണ്ട്. ആ സാഹചര്യത്തിലേക്ക് എത്തിയതിനു ശേഷവും ഇപ്പോഴും കുറച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഡയലോഗ് അടിക്കുകയാണ്. കാര്യം നേരത്തെ ചാനൽ ചർച്ചകളിലെല്ലാം തേഞ്ഞൊട്ടിയിരുന്ന ഒരു മേയർ ആയതുകൊണ്ട് അപാര തൊലിക്കട്ടിയുണ്ട്. എനിക്ക് നാണക്കേടെന്നൊരു വികാരമില്ല. എന്ത് കാണിച്ചിട്ടും ഇങ്ങനെ നാക്കിട്ടടിച്ച് നിൽക്കാൻ ഞാൻ മിടുക്കനാണെന്ന് കാണിക്കുന്നതിനപ്പുറം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നഗരം വൃത്തിയാക്കുന്നതിൽ ഇത്രയും ഫ്ലോപ്പായ ഒരു നഗരസഭാ ഭരണചരിത്രം തലസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ നേർസാക്ഷ്യമാണ് ഇന്നിപ്പോൾ നഗരത്തിലെ ക്യാമ്പസുകൾ ഉൾപ്പെടെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഇടതുപക്ഷം ഇറങ്ങി നീക്കം ചെയ്യേണ്ട അവസ്ഥ വന്നത്.